പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ബിന്ദു ടീച്ചറാണ്. നമ്മൾക്ക് 7th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററായ അംശബന്ധം അഥവാ റേഷ്യോ എന്ന ചാപ്റ്ററിലെ ചില ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ചതുരത്തിൻ്റെയും ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം കഴിയുന്നതും ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം: ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ, നീളം 40 സെൻറ്റിമീറ്റർ, വീതി 1 മീറ്റർ, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് മീറ്ററിലും സെൻറ്റിമീറ്ററിലുമാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 40:1 മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ 1 മീറ്ററിനെ നമ്മൾ എന്താക്കണം? സെൻറ്റിമീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 40/100 എന്ന് എഴുതാം. 0 കട്ട് ചെയ്തു. റിമൈനിങ് 4/10 ആണ്. നമ്മളിതിനെ ഹാഫ് ആക്കി എഴുതിയാൽ 2/5 എന്നാവും. അപ്പം ഫൈനൽ ആൻസർ 2:5 എന്നുള്ളതാണ് നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഹൈറ്റ് 1.5 cm, വിഡ്ത്ത് 2 cm, നീളം 1.5 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ. രണ്ടും സെൻറ്റിമീറ്ററിൽ തന്നെയാണ്. വളരെ ചെറിയ സംഖ്യകളാണിത്. പക്ഷേ നമ്മുടെ ചോദ്യം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യകളാക്കി മാറ്റും. അപ്പോൾ 1.5 ഡെസിമൽ നമ്പർ ആണല്ലോ. അപ്പോൾ ഡെസിമൽ നമ്പറിനെ കൂടെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ മാറ്റേണ്ടത് 1.5 2 cm എഴുതി. അതിനുശേഷം 1.5 ÷ 2 എന്ന് എഴുതി. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഡെസിമൽ നമ്പർ മാറ്റണം. അപ്പോൾ പോയിന്റിന് ശേഷം ഒരാളുള്ളത് കൊണ്ട് ഒരു 0 ഉള്ള ആളെ കൊണ്ട് നമ്മൾ താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി? 15/20 എന്നായി ഇത് മാറി. ഇനി ഇത് പകുതി ആക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ പകുതി ആക്കാൻ പറ്റില്ല. 15 കറക്റ്റ് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? ഇനി ഈ രണ്ട് നമ്പറിലെയും കോമൺ ഫാക്ടർ ആരാണ്? അതായത് ഏത് ടേബിളിലാണ് ഈ രണ്ട് നമ്പറും വരുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കോമൺ ഫാക്ടർ എന്നുള്ള കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറും 5ൻ്റെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ 5ൻ്റെ ടേബിൾ ചൊല്ലിയ 5 3s are 15 എന്നും 5 4s are 20. അപ്പോൾ ഈ ആ നമ്പർ കൺവേർട്ട് ആകുന്നത് എങ്ങനെയാണ്? 3/4, ദാറ്റ് ഈസ് 3:4 എന്നുള്ളതാണ് അംശബന്ധം, റേഷ്യോ. അടുത്തത് പേജ് നമ്പർ 87 തന്നെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഹൈറ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, റേഷ്യോ എഴുതാൻ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതണം? എഴുതേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 6:8 എന്നാണ്. ചെറിയ നമ്പർ ആക്കി എഴുതുന്നത് എങ്ങനെയാണ്? 6/8 എന്ന് എഴുതി ഹാഫ് ആക്കി എഴുതുമ്പോൾ 3/4. ഫൈനൽ ആൻസർ 3:4. അപ്പോൾ ജസ്റ്റ് 3:4 എന്ന് മാത്രമേ നിങ്ങൾ ടേബിളിൽ എഴുതാവുള്ളൂ. ബാക്കി നിങ്ങൾ പേജിൽ വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് ഫില്ല് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3:4 എന്ന് കൊടുത്തിട്ടുണ്ട്. 3 അംശബന്ധം 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്തത് 3/4:1 എന്നാണ് ചോദ്യം. അപ്പം അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. 3/4:1. അപ്പോൾ 3/4:1. അപ്പം നമുക്ക് വരുന്നത് എങ്ങനെ തന്നെ? 3:4 തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തത് നാലാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വിഡ്ത്തിൻ്റെ കോളത്തിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റിൻ്റെ കോളത്തിൽ ബ്ലാങ്ക് ആണ്. ഈ റേഷ്യോയുടെ കോളത്തിൽ 3:4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 എന്നുള്ളതാണ് നമുക്കിവിടെ 1 ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ? 3:4 എന്നുള്ള അംശബന്ധം വരുന്നിട്ട് നമുക്ക് 1 ആയി. എങ്ങനെയാണ് 4 1 ആയെന്ന് ചിന്തിക്കുമ്പോൾ 4/4 ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ? 1. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3/4. അപ്പോൾ ആൻസർ ഹിയർ 3/4 ആണ് ഇവിടെ വരുന്ന ആൻസർ. അടുത്തത് 6:15 എന്നാണ്. അപ്പോൾ 6:15 നമ്മളത് ചെറുതാക്കുമ്പോൾ എങ്ങനെ വരും? 6/15 നമ്മൾ ഹാഫാക്കാൻ കഴിയില്ല. ഉടനെ ഏത് ടേബിളിലുണ്ടെന്ന് നോക്കുന്നു. 3യുടെ ടേബിൾ. 3 2s are 6, 3 5s are 15. So the ratio become 3:5. അടുത്തത് 2:5 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ 5 തന്നെ എഴുതിയാൽ മതിയാവും. അടുത്തത് 1-2:5. അപ്പോൾ ഈ 2 ആണ് ഇവിടെ 1 ആയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെട്ടത്? 2 കൊണ്ടാണ്. അപ്പോൾ 5നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം?
5/2. ഇവിടെ 2:5 5ൻ്റെ പ്ലേസിൽ എന്ത് വന്നു 1, അതായത് 5/5 ആണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം 2/5 ചെയ്യണം. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കിയേക്കണേ. Write down the ratio of the height to width of each of the following rectangle using the smallest possible natural numbers. First question, height 8 centimeters, width 10 centimeters. The height and width are in the ratio 8:10. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 8:10. അപ്പോൾ ഈ അംശബന്ധം എന്നുള്ളതിന് നമുക്ക് 8/10 എന്ന് എഴുതാവുന്നതാണ്. അപ്പം ഏറ്റവും ചെറിയ എണ്ണസംഖ്യകളായിട്ട് എഴുതാൻ ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കോമൺ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡിവിഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇതിന് പകുതി എഴുതി പോയാലും മതി. 4/5. ഇനി ഇത് രണ്ടുപേരിലും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രൂപം ഇതാണ്. നമുക്ക് ഫൈനൽ ആൻസർ 4:5 എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഹൈറ്റ് 8 മീറ്റർ, വിഡ്ത്ത് 12 മീറ്റർ. നീളം 8 മീറ്റർ, വീതി 12 മീറ്റർ. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 8:12. യൂണിറ്റ് ശ്രദ്ധിച്ചോളൂ, രണ്ടും മീറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 8/12 എന്ന് എഴുതുന്നു. ഹാഫ് എഴുതി പോവുക. 4/6. വീണ്ടും നമുക്കതിനെ എങ്ങനെ ചെറുതാക്കാം? 2/3. സോ ഫൈനൽ ആൻസർ 2:3. അതല്ല 2:3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ. നീളം 20 സെൻറ്റിമീറ്റർ, വീതി 1 മീറ്റർ. ഇത് മീറ്ററിലും ഇത് സെൻറ്റിമീറ്ററിലുമാണ്. അപ്പം പ്രോബ്ലത്തിൽ നമുക്ക് യൂണിറ്റ് സെയിം ആക്കേണ്ടതുണ്ട്. അപ്പം നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എഴുതുമ്പോൾ 20 സെൻറ്റിമീറ്റർ ഈസ് 1 മീറ്റർ ആണ്. അതായത് 20 ഈ 1 മീറ്ററിനെ കൂടെ നമ്മൾ എന്താക്കി മാറുന്നെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്റർ ആക്കുക, അല്ലെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്റർ ആക്കുക. 1 മീറ്റർ സെൻറ്റിമീറ്റർ ആക്കുകയാണ് നമുക്ക് ഈസി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. അപ്പം 20:100 എന്ന് വരുന്നു. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 20/100 എന്ന് എഴുതുന്നു. ദെൻ 0 കട്ടാക്കി, ദാറ്റ് ഈസ് 2/10. ഹാഫാക്കി എഴുതുമ്പോൾ 1/5. അപ്പം ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:5. 1:5 എന്നാണ്.